ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫുഡ് ട്രാവലർ. ഞാൻ സുഹൈൽ റംസാൻ. നമ്മൾ ഇന്നൊരാളെ പരിചയപ്പെടാൻ പോവുകയാണ്, അനസ് പാണാവള്ളി. അനസിക, വെൽക്കം ടു ഫുഡ് ട്രാവലർ. താങ്ക് യു. അപ്പോൾ അനസിക്കയുടെ വിശേഷങ്ങളാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇദ്ദേഹം ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്, കൂടാതെ ഒരു ജീവകാരുണ്യ പ്രവർത്തനം കൂടിയാണ്. മാത്രമല്ല ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്, അല്ലേ? ഏതൊക്കെ സിനിമയിൽ ചെയ്തിട്ടുണ്ട്? ഞാൻ ആദ്യം മലയാള സിനിമയിൽ ഡബ് ചെയ്തത് ദാസേട്ടൻ്റെ സൈക്കിൾ എന്ന് പറഞ്ഞൊരു സിനിമയിലാണ്. അതിലാണ് തുടക്കം. അതിനുശേഷം ഇപ്പോൾ ഒരുപാട് സിനിമ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇറങ്ങാനുള്ളത് അവറാച്ചൻ സെൻസ് എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങാനുള്ളത്. ഫെഫ്ക ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് യൂണിയനിലെ അംഗമാണ്. പിന്നെ ഞാനൊരു സിനിമ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ആ അഭിനയിച്ച സിനിമ എനിക്ക് ശബ്ദം നൽകാൻ പറ്റിയിട്ടില്ല, പടം ഇറങ്ങിയിട്ടുമില്ല. പക്ഷെ അതിനുശേഷം ജീവിതത്തിൽ കിട്ടിയ വലിയൊരു സൗഭാഗ്യമാണ് ഈ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആകാനുള്ള കാരണം. അതിന് എനിക്ക് പിന്തുണയും പ്രചോദനമൊക്കെ തന്നത് നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ പ്രവീൺ ഹരിശ്രീയാണ്. അദ്ദേഹമാണ് എന്നെ ഡബ്ബിംഗ് മേഖലയിലേക്ക് കൈപിടിച്ച് എത്തിച്ചത്. ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് വരാനുള്ള കാരണം എന്താണ്? ഇപ്പം എന്തെങ്കിലും ഒരു പ്രത്യേക തോട്ട് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എങ്ങനെയെങ്കിലും ഒരു അവസരത്തിലാണല്ലോ വന്നു ചേരുക. അപ്പം എന്തായിരുന്നു അവസരം? എങ്ങനെയായിരുന്നു ഇതിൻ്റെ തുടക്കം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊച്ചി നഗരത്തിൽ ഓട്ടോറിക്ഷ ഓടിക്കാൻ വേണ്ടി ഏകദേശം ഒരു 18 വർഷമായി. ഇപ്പോൾ 18 വർഷം മുമ്പുള്ള ഒരു കൊച്ചി നഗരം നമുക്കിപ്പോൾ ഊഹിക്കാൻ പറ്റില്ല. മെട്രോ ഒന്നും ഇല്ലാത്ത ഒരു നഗരമായിരുന്നു. തിരക്കേറിയ, അതായത് രാത്രി 9 മണിയായാലും ആളുകൾ മാറാത്തൊരു സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ജോസ് ജംഗ്ഷനിലാണെന്ന് രാത്രി ഡേ നൈറ്റ് ഓട്ടോറിക്ഷ ഓടിക്കുമായിരുന്നു. അവിടെ ഒരു ദിവസം രാത്രിയിൽ 3 പേര് തല്ലുകൂടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അവിടെ അടിയുണ്ടാക്കണം. അപ്പോൾ സാധാരണ അവിടെ പലതരത്തിലുള്ള ആളുകൾ ഉണ്ടാവില്ല, നമ്മൾ ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഈ ഇടിക്ക് ഭയങ്കര ഒച്ചപ്പാടും അവിടെ ഇച്ചിരി വൈകി വരുന്നത് രാത്രിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ മാത്രമേ, ഓട്ടോ സ്റ്റാൻഡിലെ ആളുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ 3 പേര് ഇടി വെക്കണത് 3 പേരിൽ ആരോ ഒരാൾക്ക് കൊടുത്തൊരു ഭക്ഷണം പൊതിക്കരുത്. അപ്പോൾ ആ വിശപ്പിൻ്റെ കാഠിന്യമായിരുന്നു അവിടെ ഇടിയുണ്ടാകാനുള്ള കാരണം. ആ പൊതി താഴെ വീഴുമ്പോൾ അവരുടെ ഇടി അവിടെ അവസാനിക്കുക. ആ 3 പേരിൽ ആർക്കും അത് ഉപയോഗിക്കാൻ പറ്റിയില്ല. അപ്പം അന്ന് മുതൽ നമ്മുടെ മനസ്സിൽ നമ്മളിങ്ങനെ ചിന്തിക്കണം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഒരു സാധാരണ ഒരു കുടുംബത്തിലുള്ള ആളായതുകൊണ്ട് ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. ആ ചിന്തയിൽ നിന്നും ഉടലെടുത്ത ഒരു ആശയമാണ് നമ്മുടെ മുഴുവൻ പ്രശ്നങ്ങൾക്കും നമ്മുടെ മുഴുവൻ കാര്യങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയിട്ട് ഒരു മനുഷ്യനും ഒരിക്കലും ഒരു നന്മ ചെയ്യാൻ പറ്റൂല. നമുക്കുണ്ട് നമ്മുടെ നാടിനും നമ്മുടെ സമൂഹത്തിനും വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക എന്നുള്ളതാണ്. അന്ന് തുടങ്ങിയതാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഒരുപാട് ആളുകൾക്ക് നമുക്ക് സഹായം എത്തിക്കാൻ കണ്ടത്. എൻ്റെ ഓട്ടോറിക്ഷ ഓടിയിൽ നിന്നും കിട്ടുന്ന ഒരു വിഹിതവും ഒരുപാട് ആളുകളുടെ സഹായവുമാണ്. നമ്മുടെ നാട്ടിൽ ചന്ദ്രൂര്, പാണാവള്ളി, വടുതല, അതുകൂടാണ്ട് പ്രവാസികളായ സുഹൃത്തുക്കൾ, ഇവരുടെയൊക്കെ അകമഴിഞ്ഞ സഹായം കൊണ്ടിട്ടാണ്. ഹോട്ടലുകാർ ഭക്ഷണം തന്ന് സഹായിക്കാറുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ആത്മാർത്ഥമായ സഹായമാണ് ഇതിന് പിന്നിൽ. ഒരു പക്ഷേ തരാൻ മനസ്സുള്ള ആളുകളുണ്ടാവും. ഇത് കൃത്യമായി ഇടപെട്ട് കൊടുക്കാനുള്ള ആളുകളായിരിക്കും ഉണ്ടാവാത്തത്. എന്നാ ഇപ്പോൾ ബ്രോ എൻ്റെ കയ്യിൽ ഒരു 100 രൂപ അരിയും, ആ 100 രൂപ എനിക്ക് തന്നത് എന്നെ വിശ്വസിച്ചിട്ടായിരിക്കും. ആ വിശ്വാസത ഞാൻ കൃത്യമായി ഇത് എന്നിൽ ഏൽപ്പിച്ച അമാനത്താണെന്നൊരു ബോധ്യത്തോടു കൂടി നമ്മുടെ അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കുമ്പോൾ എൻ്റെ ഉത്തരവാദിത്തം അത്രയേ ഉള്ളൂ. കാരണം മനസ്സിലായി, ഞാനിതിനകത്ത് ഇതുകൊണ്ട് നമ്മൾ സമ്പന്നനാകാനോ അല്ലെങ്കിൽ എന്താ പറയുക വലിയ ഒരു ചാരിറ്റിക്കാരനായി പൊതുസമൂഹത്തിന് മുമ്പിൽ കാണാനൊന്നുമല്ല. നമ്മുടെ ജീവിതം കൊണ്ട് ഞാൻ വളരെ കുറഞ്ഞ കാല ജീവിതം നമുക്കുള്ളത്. ആ ജീവിതത്തിനിടയിൽ നമ്മുടെ നാടിന് നമ്മുടെ സമൂഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അനസ് പാണാവള്ളി എന്നൊരാൾ ഇങ്ങനെ ആയത് നമുക്ക് ശേഷം നമ്മളെക്കുറിച്ച് ഓർക്കുന്ന കുറേ ആളുകൾ ഉണ്ടാകുക എന്നൊരു കാഴ്ചപ്പാടാണ്. എത്ര നാളായി? ഞാനിപ്പോൾ ഒരു 9 വർഷത്തോളം അടുക്കാറായി. 9 വർഷത്തോളമായി ഇത്തരം പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകണം. എങ്ങനെയാണ് ആൾക്കാരുടെ റെസ്പോൺസ് കാര്യങ്ങൾ? ആളുകൾ, ഞാൻ കൊച്ചി നഗരത്തിൽ ഓട്ടോറിക്ഷ ഓടിക്കാൻ പോകുമ്പോഴാണ് അവിടെ കണ്ട കാഴ്ച നമ്മളിങ്ങനെ തെരുവിൽ ഭക്ഷണം കൊടുത്താണ് നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് തുടക്കം. അതിനുശേഷം ഈ 8 വർഷത്തിനിടയിൽ നമ്മൾ നമ്മളെ കൊണ്ട് ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് ഇടപെടാൻ പറ്റുന്ന മുഴുവൻ മേഖലയിലും ഇടപെടാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് നമ്മളിലൂടെ
തണലേകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിപ്പോ ഭക്ഷണമായിട്ടും തെരുവിൽ നമ്മൾ ഭക്ഷണം കൊടുക്കാറുണ്ട്. വിദ്യാർത്ഥികൾക്ക് നമ്മൾ പഠനോപകരണങ്ങൾ കഴിഞ്ഞ 5 വർഷമായിട്ട് കൊടുക്കാറുണ്ട്. അത് കൂടാണ്ട് നമ്മൾ SLC +2 ജയിച്ച വിദ്യാർത്ഥികൾക്ക് നമ്മൾ അനസവാണാവളിയുടെ സ്നേഹാദരവെന്നും പറഞ്ഞ് നമ്മളൊരു ആദരവ് കൊടുക്കാറുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ 5 വർഷമായിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടാണ്ട് ചികിത്സ ആവശ്യമായ ആളുകൾക്ക് നമ്മൾ നിത്യേന മരുന്ന് കഴിക്കുന്ന ആളുകൾക്ക് മരുന്ന് എത്തിച്ചു കൊടുക്കാറുണ്ട്. അതുകൂടാണ്ട് അനാഥരായ കുടുംബങ്ങൾക്ക് നമ്മൾ ഭക്ഷ്യധാന്യ കിറ്റുകൾ എത്തിച്ചു കൊടുക്കാറുണ്ട്. ഇപ്പോൾ കരുതലാണ് അന്നം എന്ന് പറഞ്ഞ് നമ്മൾ 5 കിലോ അരി വെച്ച് എല്ലാ മാസവും കഴിഞ്ഞ നവംബർ മുതൽ എല്ലാ മാസവും അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അതുകൂടാണ്ട് ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് വലിയ ഭീമമായ തുക വേണ്ട ആളുകൾക്ക് നമ്മൾ ഏറ്റവും അർഹതപ്പെട്ട ആളുകൾക്ക് സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലത്തെ ഒരു വീഡിയോ അല്ല, ഏറ്റവും അർഹതപ്പെട്ട ആളുകൾക്ക് നമ്മൾ വീഡിയോ ചെയ്ത് ഫണ്ട് കണ്ടെത്തി കൊടുക്കാറുണ്ട്. ഒരുപാട് പേര് ഇപ്പോൾ രോഗികളായിട്ട് ഉള്ളവർക്ക് വേണ്ടി ഫണ്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒരു സംതൃപ്തി തോന്നിയ എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ അത് ചെയ്തതുകൊണ്ട് വലിയൊരു സന്തോഷം തോന്നിയ എന്തെങ്കിലും ഒരു മൊമെൻ്റ് ഉണ്ടോ? ഞാനിപ്പോൾ നമ്മൾ ഇടപെടുന്ന മേഖലയിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എല്ലാതരം മേഖലയിലും നമ്മൾ ഇടപെടുമ്പോഴും നമ്മൾ ഈ നിർധരരായ പെൺകുട്ടികൾക്ക് വിവാഹ വസ്ത്രം കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ ഞാൻ ഓർത്തിട്ടുള്ളത് ഇതാരും വാങ്ങിയില്ലെന്നാണ് പറഞ്ഞു. അതായത് ഈ വിവാഹത്തിന് ധരിക്കേണ്ട ഒരു വസ്ത്രം നമ്മൾ കൊടുക്കുമായിരുന്നു. ഞാൻ ആലപ്പുഴ ഒരു പെൺകുട്ടിക്ക് ആണ് അത് ആദ്യം കൊടുത്തത്. പക്ഷെ നമ്മുടെ ചുറ്റും നമ്മളെല്ലാ സൗകര്യത്തോടും കൂടി നമ്മുടെ ജീവിതം നമ്മൾ നയിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ ആർഭാടപൂർണമായ വിവാഹം കഴിക്കുമ്പോഴും നമുക്ക് ചുറ്റും വിവാഹപ്രായം എത്തിയ ഒട്ടനവധി പെൺകുട്ടികളുണ്ട്. അവർക്ക് അവരുടെ വിവാഹം എന്നത് ഇതേപോലെ തന്നെ വലിയൊരു സ്വപ്നമാണ്. പക്ഷേ സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ, ചിലപ്പോൾ ആളുകൾ നോക്കാനില്ലാത്തതിൻ്റെ പേരിൽ അവർക്കൊരു മനസ്സിലൊരു പ്രയാസം ഉണ്ടാവില്ല. അത്തരം ആളുകൾ നമ്മൾ ഈ വസ്ത്രം കൊടുക്കുമ്പോൾ ഞാനോട് ആരും മേടിക്കൂലെന്ന്. പക്ഷെ അതിനുശേഷം നമ്മൾ നിരന്തരം പല ആളുകളാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്, ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു വസ്ത്രം കൊടുക്കുമെന്ന് പറയും. അത് നമുക്ക് ജീവിതത്തിൽ കിട്ടാൻ ഒരു സന്തോഷം ഭയങ്കരമാണ്. ഞാനോർത്ത് ഇപ്പോൾ വിവാഹം കഴിക്കണ ആളുകൾ ഇപ്പോൾ ഇന്ന് ആളുകൾ ഏറ്റവും വലിയ മുന്തിയ ഡ്രസ്സും എങ്ങനെയൊക്കെ ആർഭാടം കാണിക്കാൻ പറ്റുന്നൊരു തരത്തിലാണ് ഇന്നത്തെ കല്യാണം ഉള്ളത്. ഇല്ലെങ്കിൽ പോലും സ്ഥിതിയാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇത്തരം ആളുകളും നമ്മുടെ ചുറ്റും ഉണ്ട്. അതാണ് എൻ്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ എനിക്ക് ഏറ്റവും മനസ്സിന് സന്തോഷം കിട്ടുന്ന 2 കാര്യങ്ങളൊന്ന് ഭക്ഷണം കൊടുക്കുന്നത്, 2 വിവാഹപ്രായമെത്തിയ കുട്ടികളുടെ കല്യാണത്തിന് ഒരു വിവാഹ വസ്ത്രം കൊടുക്കുന്നത്. അത് രണ്ടും നമുക്ക് കിട്ടുന്ന സന്തോഷം വലുതാണ്. കാരണം അവരുടെ സന്തോഷത്തിൽ നമ്മളും പങ്കുചേരുകയാണ്. അതെ അതെ, അവരുടെ ഏറ്റവും വലിയ സന്തോഷമാണല്ലോ വിവാഹം, വീട് വെക്കുക, വിവാഹം നടത്തുക. ഇതൊക്കെയാണല്ലോ മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം തന്നെ. അവരുടെ സ്വപ്നത്തിന് ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നാണ് അതൊക്കെ. പിന്നെ ഇനി എന്താണ്, എന്തെങ്കിലും പുതിയ പദ്ധതികൾ എന്തെങ്കിലും ഉണ്ടോ? പുതിയ ഇപ്പോൾ വരാൻ പോണത് ഓണമാണ്. ഓണത്തിന് നമ്മൾ എല്ലാ വർഷവും ഓണം, പെരുന്നാൾ, ക്രിസ്മസ് ആ 3 വിശേഷ ദിവസങ്ങളിൽ നമ്മൾ അർഹതപ്പെട്ട ആളുകൾക്ക് പുതുവസ്ത്രം സമ്മാനിക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷവും നമ്മൾ ഒരു 50ഓളം അമ്മമാർക്ക് പുതുവസ്ത്രം സമ്മാനിച്ചിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഈ അടുത്ത മാസമാണ് ഓണം വരാൻ പോണത്. അപ്പോൾ ഈ ഓണത്തിനും നമ്മളാൽ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത്തരത്തിൽ കുറച്ച് അമ്മമാർക്ക് പുതുവസ്ത്രം കൊടുക്കുന്ന ആഗ്രഹത്തിലാണ് ഉള്ളത്. ഓട്ടോ സ്റ്റാൻഡിലുള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ എങ്ങനെയാണ് ഇതിനെ നോക്കിയാണ് ഇത്തരം പ്രവർത്തനമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അവരുടെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഒന്ന്, ഞാൻ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യണവരുമില്ല, നമ്മുടെ സഹപ്രവർത്തകർ എല്ലാവർക്കും അറിയാവുന്നൊരു സംഗതിയാണ്. പിന്നെ നമ്മുടെ ഓട്ടോറിക്ഷ തൊഴിലാളികളെ സംബന്ധിച്ച് അന്നന്ന് ഇത് കിട്ടിയിട്ട് കുടുംബം കഴിയുന്ന ആളുകളാണ്. അപ്പോൾ ഒരു പക്ഷേ നമുക്കൊപ്പം നടക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇപ്പോൾ എൻ്റെ കൂടെ ഓടുന്ന ആളുകൾ ഏറ്റവും അധികം ചേർത്തലക്കാരാണ്. ചേർത്തല സ്വദേശികളായ ആളുകളാണ് നമ്മുടെ സ്റ്റാൻഡിലുള്ളത്. അവരൊക്കെ മാനസികമായിട്ട് നമുക്ക് ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യണ ആളുകളാണ്. ഇനി ഒരുപക്ഷെ നമ്മുടെ കൂട്ടത്തിൽ വന്നില്ലെങ്കിൽ പോലും ഞാൻ അത് ചെയ്യണം കേട്ടോ, ഇത് ചെയ്യണം, അങ്ങനെ നമ്മളെ പറഞ്ഞ് നമുക്കൊരു പ്രോത്സാഹനം തന്നെ സൗഹൃദങ്ങളും സുഹൃത്തുക്കളുമാണ് നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിലുള്ളത്. അപ്പോൾ ഇനി അങ്ങോട്ട് തുടർന്നും താങ്കളുടെ
ഇത്തരം പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. എല്ലാവിധ ആശംസകളും നേരുകയാണ്. താങ്ക് യു. ട്രാവലിൻ്റെ എല്ലാവിധ ആശംസകളും താങ്കൾക്ക് നേരുക. ഒരുപാട് സന്തോഷം. നമ്മുടെ ഈ വീഡിയോ കാണുന്ന, നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരെയും ഞാൻ ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇതാണ് അനസ് പാണാവള്ളി. ഫേസ്ബുക്കിലൊക്കെ നോക്കിയാൽ ഇദ്ദേഹത്തിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ കഴിയും. നമ്മളൊരു ചെറിയ ഒരു വീഡിയോ ആണ് ഇതിലൂടെ എടുത്തത്. നിങ്ങളുടെ സപ്പോർട്ട് ഇദ്ദേഹത്തിന് വേണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.